നമ്മൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രങ്ങൾ എങ്ങനെയാണ് രൂപം കൊണ്ടത്? ഏതൊക്കെ വഴികളിലൂടെയാണ് ഇന്ന് നാം കാണുന്ന പത്രം വന്നു തുടങ്ങിയത്? കേരളത്തിലെ ആദ്യത്തെ പത്രം എങ്ങനെയായിരുന്നു? അതേക്കുറിച്ച് നമുക്കൊന്ന് നോക്കി വരാം. രാജ്യസമാചാരം ഈ പത്രമാണ് കേരളത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ട പത്രം. 1847 ജൂൺ മാസത്തിൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് എന്ന ഗ്രാമത്തിലാണ് ആദ്യമായി പത്രത്തിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനറിമാരാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചത്. അങ്ങനെ ഇവരുടെ നേതൃത്വത്തിൽ പ്രശസ്ത ജർമ്മൻ പണ്ഡിതനായ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് പത്രം പുറത്തിറക്കി. എന്നാൽ ഇന്ന് നാം കാണുന്ന വാർത്തകൾ പ്രചരിക്കുന്നത് പോലെയുള്ള പത്രമായിരുന്നില്ല അത്. അതിന് കാരണം ആ പത്രത്തിന്റെ ഉദ്ദേശം അതല്ലായിരുന്നു. ക്രിസ്തീയ വിശ്വാസങ്ങളുടെ പ്രചാരണം, കൂടാതെ സാധാരണക്കാരിലേക്ക് അറിവുകൾ എത്തിക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യം. ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള പ്രിന്റിംഗ് മെത്തേഡ് അല്ലായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള അച്ചടി വിദ്യയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ലിത്തോഗ്രഫി എന്നാണ് ആ പ്രക്രിയയെ പറയുന്നത്, അതായത് കല്ലച്ചടി. ഈ പ്രക്രിയ അവർ നടത്തിയിരുന്നത് ഒരു പ്രത്യേക തരം എണ്ണമയമുള്ള മഷി ഉപയോഗിച്ച് ആദ്യം പേപ്പറിൽ വാർത്തകൾ എഴുതും. ശേഷം ഈ പേപ്പർ മിനുസപ്പെടുത്തിയ പ്രത്യേകമായുള്ള ഒരു ചുണ്ണാമ്പ് കല്ലിന്റെ മുകളിലേക്ക് വെക്കും. അതിനുശേഷം വളരെ ശക്തമായി പേപ്പറിൽ അമർത്തും. ഇങ്ങനെ ചെയ്യുന്നതോടെ പേപ്പറിൽ എഴുതിയ ഭാഗങ്ങൾ കല്ലിൽ നന്നായി പതിയും. അതിനുശേഷം ചില രാസപ്രവർത്തനങ്ങളിലൂടെ, അതായത് ആസിഡ് കലർത്തിയ വെള്ളം കല്ലിലേക്ക് ഒഴിക്കും. ഈ ലായനി മഷി പുരണ്ട ഭാഗങ്ങളിൽ പിടിക്കില്ല, ബാക്കിയുള്ള ഭാഗങ്ങളിൽ നന്നായി പിടിക്കുകയും ചെയ്യും. ശേഷം അച്ചടിക്കായി ഇതിനു മുകളിലേക്ക് എണ്ണമയമുള്ള അച്ചടി മഷി പുരട്ടും. ആ മഷി വെള്ളമില്ലാത്ത ഭാഗങ്ങളിൽ മാത്രം പിടിക്കും. ഇതിനുശേഷം ആ കല്ലിന് മുകളിൽ ഓരോ പേപ്പറുകളും വെച്ച് അമർത്തിയാണ് ഓരോ കോപ്പികളും എടുത്തിരുന്നത്. ഈ സാങ്കേതിക വിദ്യ തന്നെയാണ് പിൽക്കാലത്ത് സൈക്ലോസ്റ്റൈൽ മെഷീനിലേക്കും ആധുനിക പ്രസ്സുകളിലേക്കും വഴിവെച്ചത്. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട പത്രം അന്ന് സൗജന്യമായായിരുന്നു വിതരണം ചെയ്തിരുന്നത്. ഈ പത്രത്തിന്റെ യാത്ര നടക്കുന്നതിനിടയിൽ മറ്റ് ആശയങ്ങളെ അടിസ്ഥാനമാക്കി ഇതേ പത്രത്തിന്റെ അമരക്കാരനായ ഹെർമൻ ഗുണ്ടർട്ട് പശ്ചിമോദയം എന്ന പേരിൽ മറ്റൊരു പത്രം രൂപീകരിച്ചു. പത്രത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ചരിത്രം, ശാസ്ത്രം, ഭൂമിശാസ്ത്രം എന്നിവയായിരുന്നു. കേരളത്തിലെ ഒരു പ്രസ്സിൽ നിന്നും ആദ്യമായി അച്ചടിച്ച പത്രം ഈ പശ്ചിമോദയമായിരുന്നു. എന്നാൽ ഈ പത്രങ്ങൾക്കൊക്കെ ഉള്ള പ്രത്യേകത പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഉള്ളടക്കങ്ങൾ മാത്രമായിരുന്നു. അതായത് ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള ഒരു പത്രമായിരുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പുറം, അതായത് 1881 ഒരു സമ്പൂർണമായ പത്രം പിറവിയെടുക്കുന്നത്. ദേവ്ജി ഭീംജി എന്ന ഗുജറാത്തി വ്യവസായി കൊച്ചിയിൽ നിന്നുമാണ് ഈ പത്രം ആരംഭിച്ചത്. ആ പത്രമാണ് കേരള മിത്രം. കേരളക്കരയിലെ ആദ്യ സമ്പൂർണ്ണ പത്രമായാണ് ഈ കേരള മിത്രം പത്രത്തെ കണക്കാക്കപ്പെടുന്നത്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയായിരുന്നു ഈ പത്രത്തിന്റെ പത്രാധിപർ. ഈ പത്രം വലിയ രീതിയിൽ തന്നെ മുന്നേറ്റമുണ്ടാക്കി. സാഹിത്യവും വിശ്വാസപരമായുള്ള കാര്യങ്ങളും തുടങ്ങിയ ചില ലക്ഷ്യങ്ങൾ ഉന്നയിക്കുന്ന പത്രങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ഈ ഒരു പത്രം ശരിക്കും മാറ്റത്തിന് വഴിവെച്ചു. പിന്നീടുള്ള പത്രങ്ങളുടെ ലക്ഷ്യം സ്വാതന്ത്ര്യ സമരവും സാമൂഹിക പരിഷ്കരണവും ആയിരുന്നു. അതിനുശേഷം വന്ന പത്രങ്ങളൊക്കെ ഈ ആശയങ്ങൾ പിന്തുടരുവാൻ തുടങ്ങി. നമ്മൾ ഇന്ന് കാണുന്ന പത്രം രൂപം കൊള്ളുന്ന സമയമായിരുന്നു ആ കാലഘട്ടം. 1887 നസ്രാണി ദീപിക എന്ന പേരിൽ കോട്ടയത്ത് നിന്നും ഒരു പത്രം തുടക്കം കുറിച്ചു. സിറിയൻ കത്തോലിക്ക സമുദായത്തിന്റെ പുരോഗതിക്കും കൂടാതെ പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി ഈ പത്രം നിലകൊണ്ടു. ഈ പത്രം പിൽക്കാലത്ത് ദീപികയായി മാറി. 1888 ഭൂരിഭാഗം മലയാളികളും ഉപയോഗിക്കുന്ന ഒരു പത്രം. ഒരുപക്ഷെ ഇതുപോലെ മലയാള മനസ്സ് കീഴടക്കിയ ഏറെ പത്രമില്ല എന്ന് തന്നെ പറയാം. കേരള മിത്രം പത്രാധിപനായിരുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിള സ്ഥാപിച്ച പത്രം, അതാണ് മലയാള മനോരമ. തിരുവിതാംകൂറിലെ സാമൂഹിക പരിഷ്കരണങ്ങൾക്കും ഭാഷാ പുരോഗതിക്കും ഈ പത്രം വലിയ രീതിയിൽ പങ്കുവഹിച്ചു.
1911 CV കുഞ്ഞിരാമൻ മയൂര സന്ദേശം എന്ന പേരിൽ ഒരു പത്രം തുടങ്ങി. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായിരുന്നു ഇത് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇത് പ്രതിദിന പത്രമായി മാറി. അത് പിന്നീട് കേരള കൗമുദിയായി. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ പത്രം വാദിച്ചു. 1923 മാതൃഭൂമി KP കേശവമേനോന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് ആരംഭിച്ചതായിരുന്നു ഈ പത്രം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ശക്തമായ ഒരു ദേശീയ ശബ്ദമായിരുന്നു ഈ മാതൃഭൂമി. 1942 ദേശാഭിമാനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായാണ് ഈ പത്രം ആരംഭിച്ചത്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും സമത്വത്തിനും വേണ്ടി ദേശാഭിമാനി നിലകൊണ്ടു. അപ്പോൾ ഈ കാണുന്ന രീതിയിലൊക്കെയാണ് ഇന്ന് നാം കാണുന്ന പത്രങ്ങൾ രൂപാന്തരപ്പെട്ടത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.